നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്നു. അതിന് ജനം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി 3 ആഴ്ച മാത്രമാണ് ഇപ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും ഒക്കെ ലഭിച്ചത് പ്രചരണത്തിന് വേണ്ടി. പതിവിലും വിപരീതമായി ഈ 3 ആഴ്ച ഉള്ളൂ എങ്കിൽ പോലും സംസ്ഥാന നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ, പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി തുടങ്ങി എല്ലാ നേതാക്കളും കേരളത്തിലെത്തി വലിയ രീതിയിലുള്ള ആവേശഭരിതമായ പ്രചരണ രീതികൾ തന്നെയാണ് എല്ലാ മുന്നണികളും കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 3 ആഴ്ചയെ ലഭിച്ചിട്ടുള്ളൂ എങ്കിലും ശക്തമായ പോരാട്ടം പ്രചാരണ രീതികളൊക്കെ തന്നെയാണ്. പ്രചാരണ രീതി കൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും വാർത്തകൾ ഇടം പിടിച്ചുവെങ്കിലും വളരെ വ്യത്യസ്തനായി ഇടം പിടിച്ചത് നമ്മുടെ ചാണ്ടി ഉമ്മൻ തന്നെയാണ്. ചാണ്ടി ഉമ്മൻ ഇത്തവണ കൊട്ടിക്കലാശത്തിലൂടെയും വ്യത്യസ്തനാവുകയാണ്. സ്ഥിരമായി രാഷ്ട്രീയത്തിലെ പതിവ് ആവേശ കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി പുതുപ്പള്ളിയിൽ ഇത്തവണ വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം ഇല്ല, കലാശക്കൊട്ട് ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ തന്നെ പറയുകയാണ്. UDF സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ ചാണ്ടി ഉമ്മനാണ് മാതൃകാപരമായി തീരുമാനം എടുത്തിരിക്കുന്നത്. ആഡംബരപൂർണമായ പ്രചാരണ പരിപാടികൾ ഒഴിവാക്കി ആ തുക പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ വിനിയോഗിക്കുക എന്നതാണ് ഇതിനു പിന്നിലെ ലക്ഷ്യം. വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി നേരത്തെ മണ്ഡലത്തിൽ ഫ്ലക്സുകൾ, ബാനറുകൾ, പോസ്റ്ററുകൾ എന്നിവ ചാണ്ടി ഉമ്മൻ ഒഴിവാക്കിയിരുന്നു. നമുക്കറിയാം ചാണ്ടി ഉമ്മന്റെ ഈ ഒരു രീതി എന്ന് പറയുന്നത് തികച്ചും സ്വാഗതാർഹം തന്നെയാണ്, കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചാണ്ടിയല്ല, ഇനി അവിടെ വേറെ ആര് നിന്നാലും നിന്നില്ലെങ്കിലും ശരി, ചാണ്ടി ഉമ്മൻ ജയിക്കുമെന്ന കാര്യത്തിൽ അവിടെ സംശയമില്ല. അപ്പോൾ അങ്ങനെ 100% ഉറപ്പിച്ച ഒരു സീറ്റിന്മേൽ വെറുതെ അനാവശ്യമായി പണം ചെലവാക്കിക്കൊണ്ട് നിരവധി പോസ്റ്റർ ഒട്ടിക്കുകയോ ഫ്ലക്സ് ബോർഡുകൾ വെക്കുകയോ ഒക്കെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുകയും പ്രചരണത്തിനായി ഒരുപാട് ആൾക്കാരെ കൂട്ടാതെ ബൈസൈക്കിളിൽ, അതായത് സൈക്കിളിൽ സവാരി നടത്തുകയും എല്ലാ വീടുകളിലും കയറി ഇറങ്ങി തന്റെ വോട്ട് ചെയ്യണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും കൊട്ടിക്കലാശത്തിനുള്ള വലിയ തുക ആഡംബരപൂർണ്ണമാണ്, അതുപോലെ തന്നെ വലിയ ക്രെയിൻ അടക്കമുള്ളവ വരുത്തി ഒരിടത്ത് പലയിടങ്ങളിൽ, സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ക്രെയിൻ അടക്കമുള്ളവ കൊണ്ടുവന്ന ഈ സ്ഥാനാർത്ഥികൾ ഇതിന്മേൽ കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ചെണ്ടമേളം, ശിങ്കാരി മേളം, ബാൻഡ് മേളം തുടങ്ങി എല്ലാ ആഘോഷപൂർണ്ണമായിട്ടായിരിക്കും ഈ കൊട്ടിക്കലാശം നടത്തുക. അതിന് വലിയൊരു തുക തന്നെയാണ് ചിലവാകുന്നത്. ആ തുക കൂടി ഈ ഒരു ഫണ്ടിലേക്ക് ഇട്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുക, വീടില്ലാത്തതിന്റെ ദുഃഖം തനിക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടി തന്നെയാണ് ആ പണം ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടി ഉമ്മൻ മാതൃകയാവുകയാണ്. ഇതേ മാതൃകയിൽ കലാശക്കൊട്ട് കൂടി വേണ്ട എന്ന് വെച്ചിരിക്കുമ്പോൾ പുതുപ്പള്ളിയിലെ MLA, ഇനി വരുന്ന നിയുക്ത MLA എന്ന് നമുക്ക് ഇപ്പോഴേ വിളിക്കാവുന്ന ചാണ്ടി ഉമ്മന് കയ്യടി ലഭിക്കുകയാണ്. പ്രവർത്തകർക്ക് വിഷമം ആകുമെങ്കിലും അങ്ങനെയൊരു തീരുമാനം എടുക്കുകയായിരുന്നുവെന്ന് ചാണ്ടി ഉമ്മൻ പറയുകയാണ്. വീടില്ലാത്തവരുടെ വേദന തനിക്ക് മനസ്സിലാകും, അത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് താൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി 1 രൂപയെങ്കിലും മാറ്റിവെക്കാൻ സാധിച്ചാൽ ഗുണകരമാകും. വളരെ ബുദ്ധിമുട്ടിയാണ് 48 വീടുകൾ നൽകിയത്. അതുകൊണ്ടാണ് കലാശക്കൊട്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്നും ഒരു പഞ്ചായത്തിലും കലാശക്കൊട്ടില്ലെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ഒരു ആവേശക്കുറവ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാകാം. പക്ഷേ ഈ ഒരു നല്ല പ്രവൃത്തിയെക്കുറിച്ച് അവർ അറിയുമ്പോൾ അവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമായിരിക്കാം എന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് ചാണ്ടി പറയുന്നത്. അതേസമയം മന്ത്രി മോഹമില്ല എന്ന MLAയും പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥിയുമായ ചാണ്ടി ഉമ്മനും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. തന്റെ പിതാവിനും തന്റെ മാതാവിനും അത്തരത്തിലൊരു താല്പര്യം, തന്നെ മന്ത്രിയായി കാണണമെന്നുള്ള ആഗ്രഹമൊന്നും മാതാവിനും ഇല്ല, തനിക്കും അങ്ങനെയില്ല. MLA നിന്നുകൊണ്ട് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് തനിക്ക് ഏറ്റവും കൂടുതൽ ആനന്ദവും ആഘോഷവും ഇഷ്ടവും എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. MLA പദവി തന്നെ ചുമക്കാൻ കഴിയാത്ത ഭാരമാണ് എന്നും MLA പദവിയിൽ ഇരുന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. UDF അധികാരത്തിലെത്തിയാൽ മന്ത്രി പദവിയിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിനായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. സഹോദരി മറിയ ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വ വിവാദത്തിലും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചിരുന്നു. ജീവിതം മുഴുവൻ പാർട്ടിക്കായി മാറ്റിവെച്ചവരെയാണ് സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ അവരെ ഒഴിവാക്കുന്നത് ശരിയല്ല. മത്സരിക്കണമെന്ന് സഹോദരി തന്നോട് പറഞ്ഞിട്ടില്ല, പാർട്ടിയും തന്നോട് ചർച്ച ചെയ്തിട്ടില്ല എന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നോട് മത്സരിക്കുന്നുണ്ടോ എന്ന പിതാവ് ചോദിച്ചിരുന്നു. എന്നാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു സമയം ഒരാൾ എന്നായിരുന്നു പിതാവിന്റെ നിലപാട്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം ഉണ്ടാകുമ്പോൾ 3 ആഴ്ച നീണ്ടുനിന്ന വലിയ പ്രചാരണ കോലാഹലത്തിനാണ് ഇന്ന് ക്ലൈമാക്സ് ഒരുങ്ങുന്നത്. ഓരോ മണ്ഡലത്തിന്റെയും വിവിധ കേന്ദ്രങ്ങളിൽ ആവേശം വാനോളം ഉയർത്താൻ സ്ഥാനാർത്ഥികളും നേതാക്കളും അണികളും എത്തും. ദേശീയ നേതാക്കൾ അവസാന നിമിഷം വരെ കേരളത്തിൽ നടത്തിയ പടയോട്ടമായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. നാളെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. വലിയ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. തെക്കൻ കേരളത്തിലെ മുന്നേറ്റത്തിലൂടെ ഭരണ തുടർച്ച ഉറപ്പാക്കാൻ
വികസനമാകുമെന്ന്, വികസനം വോട്ടാകുമെന്ന് LDF പ്രതീക്ഷിക്കുമ്പോൾ ശബരിമലയും ഭരണവിരുദ്ധ വികാരവും അധികാരത്തിലേക്ക് എത്തിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ കറുത്ത കുതിരകളാകും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും നിറഞ്ഞതായിരുന്നു വടക്കൻ കേരളത്തിലെ കഴിഞ്ഞ 3 ആഴ്ച കാലത്തെ പ്രചാരണ രംഗം. വയനാട് ദുരന്തബാധിതർക്കായുള്ള ഫണ്ടും പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദവും എല്ലാം അവസാന ദിവസങ്ങളിൽ സജീവ ചർച്ചയായി. അടിത്തറ ഇളക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. കോഴിക്കോടും പാലക്കാടും അടക്കമുള്ള ജില്ലകളിൽ വലിയ മുന്നേറ്റം നടത്താൻ ആകുമെന്ന വിശ്വാസത്തിലാണ് UDF. അതേസമയം ഇക്കുറിയെങ്കിലും വടക്ക് അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിൽ കലാശക്കൊട്ടിന് ഇറങ്ങുകയാണ് NDA. നേമം സീറ്റ് നിലനിർത്തുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയും നേമത്തെ ഡബിൾ ലോക്കിൽ മാറ്റമില്ല എന്നും BJP അക്കൗണ്ട് തുറക്കില്ല എന്നും വി ശിവൻകുട്ടി ആത്മവിശ്വാസം പങ്കുവച്ചു. നേമത്ത് താനും രാജീവ് ചന്ദ്രശേഖറുമായിട്ടാണ് മത്സരം. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച നേമത്തെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥ് BJPയെ സഹായിക്കുകയാണ് എന്നും ശിവൻകുട്ടി ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ വരവോടെ BJP ക്യാമ്പിൽ മാത്രമാണ് ആവേശമുണ്ടായത്. കേരളത്തെ വഞ്ചിച്ച പ്രധാനമന്ത്രിയെ ജനങ്ങൾക്ക് അറിയാം. വോട്ടർ പട്ടിക നോക്കിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതിൽ SDPI എന്നോ അല്ലെന്നോ നോക്കാറില്ല എന്നും താൻ മത്സരിക്കുന്നത് ഒരു ധനാഢ്യനുമായിട്ടാണ് എന്നും PM ശ്രീയൊന്നും ചർച്ചയായിട്ടില്ല എന്നും ശിവൻകുട്ടി പറയുന്നു. പരസ്യ പ്രചരണം അവസാനിക്കുന്ന ഇന്ന് പ്രചാരണവുമായി സജീവമായി മണ്ഡലത്തിൽ തുടരുകയാണ് ശിവൻകുട്ടി. വൈകിട്ടാണ് കൊട്ടിക്കലാശം. എന്തായാലും ആവേശഭരിതമായ കൊട്ടിക്കലാശത്തിൽ വ്യത്യസ്തനായ ചാണ്ടിയുമ്മനാണ് കയ്യടി. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പാലക്കാടേക്ക് വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ഒരു സാധാരണക്കാരനായ പ്രവർത്തകനെ പോലെ പാലക്കാട് കൊട്ടിക്കലാശത്തിൽ ഇറങ്ങുമോ എന്നടക്കമുള്ള ചോദ്യമുണ്ട്. എന്തായാലും പാലക്കാട് വളരെ ശക്തമായ പോരാട്ടം തന്നെയാണ്. പിഷാരടി എല്ലാ വീടുകളും താൻ തോൽക്കുമെന്ന പലരും ഉറപ്പിക്കുമ്പോൾ താൻ ജയിച്ച് കാണിക്കുമെന്നൊരു മട്ടിൽ പിഷാരടി എല്ലാ വീടുകളും കയറിയിറങ്ങി തൻ്റെ സമ്മതിദായകരെ കണ്ട് തൻ്റെ ഒരു പ്രചാരണ രീതി, തൻ്റെ ഒരു സാന്നിധ്യം ഒക്കെ തന്നെ അറിയിക്കാൻ പിഷാരടി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും കൊട്ടിക്കലാശത്തിൽ പിഷാരടി സ്റ്റാർ നേതാക്കളെ അല്ലെങ്കിൽ താരങ്ങളെയൊക്കെ തന്നെ പാലക്കാടേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ, പാലക്കാടേക്ക് വരുമോ എന്നടക്കമുള്ളവ കാത്തിരുന്നു തന്നെ.